നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത്, അതായത് ജനുവരി മാസങ്ങളിലാണ് നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപ്രൂവലായത്. ഏകദേശം അക്ഷയയിൽ മണിക്കൂറോളം കാത്തുനിന്ന് ഒരുപാട് തവണ അപേക്ഷ കൊടുത്ത് പിന്നീട് അത് റിജക്റ്റ് ചെയ്ത് പിന്നീടും അത് അപേക്ഷ പുതുക്കി കൊടുത്ത് നൽകിയ ഈ പെൻഷൻ പദ്ധതിയിൽ 2 മാസത്തെ പെൻഷനാണ് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണം ഇത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ജൂൺ മാസമായി. ഈ ഒരു പെൻഷൻ പദ്ധതി സർക്കാർ നിർത്തലാക്കിയോ, അതുപോലെ തന്നെ പുതിയ സർക്കാർ ഈ പെൻഷൻ പദ്ധതി എന്നാണ് നൽകാത്തത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമയം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളും വഴി നിന്നാണ് അന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്കായിരുന്നു, മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചത്. 2 മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പോയി സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമ പെൻഷൻ 2000 രൂപ നൽകി. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഇതുവരെയും സർക്കാർ അറിയിച്ചിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിന് ചെറിയ ചെറിയ സൂചനകൾ വരുന്നുണ്ട്. എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക എന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു പുതിയ സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നതാണ് ബജറ്റ്. ആ സർക്കാരിൻ്റെ ബജറ്റ്, അതുപോലെ തന്നെ നയപ്രഖ്യാപനം ചർച്ചയിലും ഈ കാര്യം സർക്കാർ സൂചിപ്പിച്ചിരുന്നില്ല. അന്ന് പെൻഷൻ വർധനവും 3000 രൂപയുടെ വർധനവുമാണ് സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ മാസം 19-ാം തീയതിയാണ് പുതിയ സർക്കാരിൻ്റെ ബജറ്റ് അവതരണം ഉണ്ടാവുക. ആ ബജറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ നിലവിൽ സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 18 ലക്ഷത്തോളം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമാണ് അന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിരുന്നത്. അതിന് പുറമെ നീല വെള്ള കാർഡുകൾ കൂടി ഇതിൻ്റെ ആനുകൂല്യം ഒരുക്കുന്ന രീതിയിലായിരിക്കും പുതിയ അറിയിപ്പ് ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന മാതൃകയിൽ എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ അറിയിപ്പ് ഉണ്ടായിരിക്കുക. ഏതായാലും അതിനു മുമ്പ് തന്നെ, ഈ ഒരു ബജറ്റിന് മുമ്പ് തന്നെ 1 മാസത്തെ പെൻഷൻ നൽകാനും സർക്കാർ നോക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ ഫോണിലേക്ക് ചില ആളുകൾക്ക് മെസ്സേജുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളുടെ ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ ആധാർ നമ്പറുകൾ, മറ്റ് ഡോക്യുമെൻറ്റുകളൊന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യരുത്. ഒരുപാട് ആളുകൾ നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ അവരുടെ പേഴ്സണൽ നമ്പറും ഡാറ്റയും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകുന്നതാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങൾ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഈ ഒരു സൗകര്യം വരുന്നതാണ്. അതിൽ നമുക്ക് കാത്തു നിൽക്കാം. ഈ സർക്കാരിൻ്റെ ബജറ്റിന് മുമ്പ് തന്നെ 1 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്ന് ഇപ്പോൾ സൂചന വരുന്നുണ്ട്. അതല്ലെങ്കിൽ ബജറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. ഏകദേശം ഇപ്പോൾ 18 ലക്ഷം ആളുകളാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ട് അപ്രൂവലായിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു പെൻഷനിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിനെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് ഒന്നും ഇല്ലാത്ത ആൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും